ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 93-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നല്ല ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന പോലെ അഭിജിത്ത് താൻ അറിയാതെ ഫൈൽ മോഷ്ടിച്ചതാണ് പ്രശ്നമായത്. അത് കൃത്യമായി ദേവൻ്റെ കയ്യിലെത്തുകയും ചെയ്തു. അതിനവനെ സഹായിക്കുന്ന എൻ്റെ പൊന്നാര മോനും. ചന്ദ്രശേഖരൻ ബാഗുമായി മുറി വിട്ടിറങ്ങി നേരെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അവിടെ നിന്ന് കുറച്ച് പണവും ഡോക്യുമെൻറ്റും എടുത്ത് ആ റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റൂമിൽ നിന്ന് വർണ്ണ ഇറങ്ങി വരുന്നത് അയാൾ കണ്ടത്. അങ്ങനെ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ മാത്രം സന്തോഷമായിട്ട് ജീവിക്കേണ്ട ദേവ. അയാൾ ഒരു കുടിലത നിറഞ്ഞ ചിരിയോടെ വർണ്ണയുടെ അരികിലേക്ക് വന്നു. പുറത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും നിമ്മിയുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. ശ്രീരാഗിൻ്റെ തനിക്ക് നേരെ വരുന്ന നോട്ടങ്ങൾ അവയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഇവിളിത് എവിടെയാ ദേവേട്ടാ? കുറേ നേരം അതിൽ പോയിട്ട്? ഷീലു വർണ്ണയെ കാണാതെ ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ നിന്നും രക്ഷപ്പെടാൻ കാത്തു നിന്ന നിമ്മി വേഗം മുകളിലേക്ക് നടന്നു. ദേവേട്ടാ, നിങ്ങൾ നാളെ തന്നെ പോവോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. അതെങ്ങനെയാ മോളെ? ഏട്ടൻ അവിടെ കുറച്ച് തിരക്കുകളുണ്ട്. എന്നാ ഏട്ടൻ പൊക്കോ, വർണ്ണ ഇവിടെ കുറച്ച് ദിവസം കൂടെ നിർത്ത്. ആ ബെസ്റ്റ്. ദേവേട്ടനെ കാണാതെ ഇന്നലെ രാത്രി കരഞ്ഞ ആളെ തന്നെ ഇവിടെ നിർത്തണം. ദർശന കളിയാക്കി. മുകളിൽ നിന്ന് നിമ്മയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം ഓരോരുത്തരായി മുകളിലേക്ക് ഓടാൻ തുടങ്ങി. അച്ഛാ, ഒന്നും ചെയ്യല്ലേ, അവള് വെറുതെ വിട്ടേക്ക്. നിമ്മി ചന്ദ്രശേഖരനെ നോക്കി പറഞ്ഞു. നീ നിന്റെ കാര്യം നോക്കാം നിമ്മി. നീ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. ഇവളുടെ ജീവൻ എനിക്ക് വേണം. ഇവൾക്ക് വേദനിച്ചെങ്കിൽ അവനും വേദനിക്കും. വർണ്ണയുടെ കഴുത്തിലേക്ക് കത്തിവെച്ച് ചന്ദ്രശേഖരൻ പറഞ്ഞു. അച്ഛൻ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. നിമ്മി കൈകൂപ്പിയെങ്കിലും ചന്ദ്രശേഖരൻ അതൊന്നും കേട്ടിരുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൂടിയിരുന്നു. ചന്ദ്ര, നീ ഇതെന്ത് ഭ്രാന്ത കാണിക്കണേ? മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത. എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് ഇവനാ. എൻ്റെ ഇത്രയും കാലത്തെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് ഇവൻ ഇല്ലാതാക്കാൻ പോവാ. അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ ഇങ്ങനെയാക്കി ഇവൻ്റെ ജീവനല്ലേ ഇവൾ. ഇപ്പം ഇവളെ ഞാനങ്ങ് പറഞ്ഞു വിടുക. അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുഞ്ഞ്, അടുത്തേക്ക് വന്നു പോരുത്. മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങിയ ദത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചന്ദ്രശേഖരൻ അലറിയും. വർണ്ണയെ വിട്ടേക്കച്ച, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. പാർവതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീർക്കാൻ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കിടയിലുള്ളത്. അങ്ങനെയല്ലെങ്കിലും നിന്നെയൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ സ്വന്തം അച്ഛനായിട്ടും നീയും നിന്റെ ഏട്ടനും അവൻ്റെ ഒപ്പമല്ലേ? നോ. ദത്തൻ ചന്ദ്രശേഖരൻ്റെ പിന്നിലേക്ക് നോക്കി അലറിയതും അയാളും പിന്നിലേക്ക് തിരിഞ്ഞു. ആ സമയം കൊണ്ട് ദത്തൻ അയാളുടെ കയ്യിലേക്ക് കത്തി തട്ടിമാറ്റി അയാളെ പിന്നിലേക്ക് തള്ളി. ദത്ത! വർണ്ണ കരഞ്ഞുകൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലട പൊന്നെ, ദത്തൻ കൂടെയില്ലേ, എൻ്റെ കുട്ടി പേടിക്കണ്ട. ദത്തൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കൊല്ലും കൊല്ലും ഞാൻ. ചന്ദ്രശേഖരൻ അപ്പോഴും ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അയാൾ കയ്യിൽ നിന്നും തെറിച്ചു പോയ കത്തി താഴെ ആകെ തിരയാൻ തുടങ്ങി. അത് കാണാതെ ആയത് അയാൾ താഴെ നിന്ന് നീട്ട് ദത്തന് നേരെ തിരിഞ്ഞു നടന്ന് അവനെ നിന്നും വർണ്ണയെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ദത്തൻ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയത് അയാൾ പിന്നിലേക്ക് വീണു. വർണ്ണയെ മാറ്റി നിർത്തി ദത്തൻ അയാൾക്ക് നേരെ പാഞ്ഞെടുത്ത് അയാളുടെ ഇരു കവളുമായി മാറി മാറി അടിച്ചു. നിർത്ത്! എന്താ ഇവിടെ നടക്കണേ? മുത്തശ്ശിയുടെ അലർച്ചയിൽ ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായി. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയോ? ക്രിമിനലാ. ഇയാളെ എത്ര കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ദത്തൻ അയാളെ നിലത്തേക്ക് തള്ളി. പണത്തിനോട് മാത്രമാണ് ഇയാൾക്ക് സ്നേഹമുള്ളൂ. അതിനുവേണ്ടി തൻ്റെ 3 മക്കളുടെ ജീവിതം കൂടെ നശിപ്പിച്ചു. ഇയാൾക്കാരണോ ഒരിക്കൽ ദത്ത! വർണ്ണ
ഇരു കണ്ണുകൾ അടച്ചുറക്കിയാലറി. ദത്തൻ സംസാരിക്കുന്നതിനിടയിൽ കർട്ടൻ്റെ മറവിലായി കടന്നിരുന്ന കത്തിയെടുത്ത് ചന്ദ്രശേഖരൻ ആഞ്ഞു വീശി. താഴേക്ക് ഇറ്റു വീഴുന്ന രക്തത്തുള്ളികൾ കണ്ട് ദർശനം ബോധം മറിഞ്ഞ് താഴേക്ക് വീഴാൻ പോയിരുന്ന രാഘ അവളെ താങ്ങി പിടിച്ചു. ദത്തനെ കുത്താനായി വീശിയ കത്തി പാർത്തി അപ്പോഴേക്കും തടഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി കത്തി പിടിച്ച പാർത്തിയുടെ ഉള്ളം കൈയിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീണു. ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഒന്ന് ഭയന്നുവെങ്കിലും പെട്ടെന്ന് എല്ലാവരും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. പാർത്തി അയാളുടെ കൈ പിടിച്ച് തിരിച്ചതും വേദന കൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും കത്തി താഴെ വീണു. ചന്ദ്രശേഖരൻ വേദന കൊണ്ട് താഴേക്ക് ഇരുന്നു പോയി. തന്തയാണെന്ന പരിഗണന വെച്ച് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഒന്നും പ്രതികരിക്കാതിരുന്നേ. ഇങ്ങനെ ജീവിതത്തിനേക്കാൾ ചത്തൂടെ തനിക്ക്. അങ്ങനെ ചാവാനല്ല ഞാൻ ഇതുവരെ എത്തിയത്. എൻ്റെ എല്ലാം നശിപ്പിച്ച് ഇവൻ്റെയും ഞാൻ നശിപ്പിക്കും. ചന്ദ്രശേഖരൻ അത് പറഞ്ഞ് എണീറ്റതും അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചെട്ടി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അയാളെ ചവിട്ടിയ ആളെ കണ്ടാണ്. അന്ന് അഭിജിത്തിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞത് മുതൽ ഞാനിത് ഓങ്ങി വെച്ചതാ. അമ്മാവനെന്ന പരിഗണന അത് മാത്രമാണ് എന്നെ തടഞ്ഞത്. തൻ്റെ സ്വന്തം മകളല്ലോടോ നിമ്മി. ആ മകളുടെ ലൈഫ് വെച്ചല്ലേ താൻ കളിച്ചേ. ദേഷ്യം തീരാതെ ശ്രീ അയാളുടെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും ചവിട്ടി. സാധാരണ സമാധാനപ്രിയനായ ശ്രീയുടെ ഇങ്ങനെയൊരു ഭാവം എല്ലാവർക്കും പുതിയ അനുഭവമായിരുന്നു. ദത്തനും പാർത്തിയും നല്ല ദേഷ്യക്കാരനാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രീ സമാധാനത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യാറുള്ളത്. ശ്രീ ദേഷ്യം തീരാതെ വീണ്ടും വീണ്ടും അയാളെ ചവിട്ടിക്കൊണ്ടിരുന്നു. മതി ശ്രീ മോനെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ 3 മക്കളുടെ അച്ഛനല്ലേ. ഇങ്ങനെ തല്ലി ചായ്ക്കുന്നത് കാണാൻ വയ്യ. മാലതി ശ്രീരാഗിൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞതും അയാൾ പിന്നിലേക്ക് മാറി. പേടിക്കണ്ടേട്ടാ, പെട്ടെന്ന് ബ്ലഡ് കണ്ടപ്പോൾ ദച്ചുവേട്ടത്തി പേടിച്ചതായിരിക്കും. ധ്രുവി നോക്കുന്നുണ്ടല്ലോ. ദത്തൻ തോളിൽ തലചാരി വെച്ചിരിക്കുന്ന രാഗിനെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ധ്രുവി ദർശനെ കിടത്തിയിരുന്ന റൂമിൽ നിന്നും പുറത്തു വന്നു. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു. കൺഗ്രാറ്റ്സ് മാൻ, ചെലവ് വേണം. ധ്രുവി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് രാഗിൻ്റെ തോളിൽ തട്ടി. ഏട്ടാ, ഒരു ജൂനിയർ ദേവരാഗോ ദർശനയോ വരുന്നൂന്ന്. അവനത് പറഞ്ഞ് എല്ലാവരും മുഖം വിടർന്നു. അടുത്ത നിമിഷം രാഗ റൂമിനകത്തേക്ക് ഓടി. ദർശന എന്തോ ആലോചിച്ച് കിടക്കാണ്. രാഗിലായിരിക്കും വന്നിരുന്നോന്നും ദർശന അറിഞ്ഞിരുന്നില്ല. രാഗ തൻ്റെ കൈയെടുത്ത് അവളുടെ വയറിന് മുകളിലായി വെച്ചത് അവളൊന്ന് ഞെട്ടി. ഏട്ടാ, നമ്മുടെ കുഞ്ഞ്, എനിക്ക് ഈ ലോകത്തേക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാൾ വരിക. രാഗിൻ്റെ കൈക്ക് മുകളിൽ കൈ വെച്ചുകൊണ്ട് ദർശന പറഞ്ഞു. അനാഥത്വത്തിൻ്റെ വേദന അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. രാഗ അവളുടെ നെറുകയിലായി ഉമ്മ വെച്ചു. ആ സന്തോഷ വാർത്തയോടെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. മാലതിയുടെ അപേക്ഷയ്ക്ക് മുമ്പിൽ എല്ലാവരും തന്നോട് ക്ഷേപിച്ചു എന്ന വിശ്വാസത്തിൽ ചന്ദ്രശേഖരനൊന്ന് ആശ്വസിച്ചു. പപ്പ, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. രാവിലെ ഗാർഡൻ ഏരിയയിൽ നിൽക്കാണ് ദത്തനും പപ്പയും. ഗൗരവമായ കാര്യമാണ് രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താ ദേവ പറയണ്ടേ? എനിക്കറിയാം ചന്ദ്രശേഖരൻ്റെ ഇല്ലീഗൽ ബിസിനസ് ഡീലിങ്ങിനെ കുറിച്ച്. പക്ഷെ അത് തടയാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല. അവൻ അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവന് ഉന്നതന്മാരുടെ പിടിപാടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പപ്പ. അയാളെ പൂട്ടാനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. അയാൾ കാരണം എത്ര കുട്ടികളുടെ ജീവിതമാണ് നശിപ്പിച്ചത്. ഇനി അതിന് സമ്മതിച്ചുകൂടാ. പക്ഷെ ചന്ദ്രശേഖരനെ അറസ്റ്റിലായി അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെയാണ്. അയാളുടെ തെറ്റുകൾ പുറത്തു വരുമ്പോൾ പാലക്ക ഗ്രൂപ്പിൻ്റെ ഗുഡ് വില്ലിങ്ങിനെയാണ് ബാധിക്കുക. ചിലപ്പോൾ ഇപ്പം നമുക്ക് ലഭിക്കുന്ന പല കോണ്ടാക്റ്റും ഇല്ലാതാവും. സാരല്ലടോ, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. നിൻ്റെ ജോലി നടക്കട്ടെ. ഇനി അവൻ കാരണം ഒരു കുട്ടിയും മയക്കുമരുന്നിന് അടിമപ്പെടരുത്. ഒരു കുടുംബവും നശിക്കരുത്. പപ്പയുടെ ആ വാക്കുകൾ മതിയായിരുന്നു ദത്തനും. അവൻ പപ്പയെ ഒന്ന് പുണർന്നുകൊണ്ട് അകത്തേക്ക് നടന്നു. വേഗം കുളിച്ച് റെഡിയായി. എങ്ങോട്ടാ ദത്താ? ചായയുമായി പറഞ്ഞ് ചോദിച്ചു. സ്റ്റേഷൻ വരെ പോകണം കുഞ്ഞ്. അപ്പം ഞാൻ വരണ്ടേ? എൻ്റെ കുട്ടിക്ക് ഇവിടെ നിൽക്കാനല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ നിന്നോ. ഒഴിവുള്ള ദിവസം ഞാൻ കാണാൻ വരാം. അത് കേട്ടപ്പോൾ പറഞ്ഞയുടെ മുഖം മാറാൻ തുടങ്ങിയിരുന്നു. നീ വെറുതെ പറയാ. സ്റ്റേഷനിലേക്കാണ് ഈ യൂണിഫോം ഇവിടെ. യൂണിഫോം നമ്മുടെ വീട്ടിലല്ലേ. ഞാൻ വീട്ടിൽ പോയിട്ട് സ്റ്റേഷനിൽ പോകുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടേടാ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. ഞാൻ എന്തെങ്കിലും വരാം. ദത്തൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചു.
മേശപ്പുറത്തിരിക്കുന്ന വാലറ്റും ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. ഡോറിൻ്റെ അരികിലെത്തിയതും അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോൾ കരയെന്ന രീതിയിൽ കണ്ണും നിറച്ചു നിൽക്കുന്ന വർണ്ണയെ കണ്ടത് അവൻ പുഞ്ചിരിയോടെ കൈകൾ വിടർത്തി അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്ത നിമിഷം അവൾ ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അയ്യേ, ദത്തൻ്റെ കുട്ടി കരയാണോ? ഞാൻ വെറുതെ പറഞ്ഞല്ലടാ ദത്തൻ, എൻ്റെ കുഞ്ഞില്ലാതെ ഒറ്റയ്ക്ക് പറ്റുമോ? ഞാൻ വേഗം വരാട്ടാ. വൈകുന്നേരം ആകുമ്പോഴേക്കും വരുമോ? വരാംടാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മവെച്ച് ദത്തൻ പുറത്തേക്ക് പോയി. ഉച്ചയോടുകൂടെ പാലക്ക് തറവാട്ടിൽ ഫോൺ കോളുകൾ ഉയരാൻ തുടങ്ങിയിരുന്നു. ന്യൂസൊന്ന് വെച്ചേ, ശ്രീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഷീലുവിനോട് പറഞ്ഞു. അവൾ അത് കേട്ട് ചാനൽ വെച്ചു. പാലക്കലിലെ സ്പോട്ടിങ്ങിൽ റെയ്ഡ്. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന സംശയത്തിൻ്റെ പേരിലാണ് റെയ്ഡ് നടക്കുന്നത്. വാർത്ത കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ ഹാളിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.